HSA ഫിസിക്കൽ സയൻസ്, നെറ്റ്, സെറ്റ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ്, അതുപോലെ PSC എക്സാംസിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: The number of significant figures in 3.50 and 0.0500. ഈ രണ്ട് നമ്പറിനകത്തുള്ള സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ കണ്ടുപിടിക്കുന്ന റൂൾസ് അനുസരിച്ച് ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്, അതായത് എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും സിഗ്നിഫിക്കന്റ് ആണ്. രണ്ടാമത്തെ റൂൾ പറയുന്നത് സീറോസ് ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്, രണ്ട് ഡിജിറ്റിന് ഇടയിലുള്ള സീറോസും സിഗ്നിഫിക്കന്റ് ആണ്. ഇവിടെ അങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇവിടെ നോൺ സീറോ ഡിജിറ്റുകൾ ആദ്യം നോക്കാം. അപ്പൊ എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും സിഗ്നിഫിക്കന്റ് ആണ്. ഇവിടെ രണ്ട് നോൺ സീറോ ഡിജിറ്റ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് നോൺ സീറോ ഡിജിറ്റുകളും സിഗ്നിഫിക്കന്റ് ആണ്. ഇവിടെ ഒരു നോൺ സീറോ ഡിജിറ്റ് ഉണ്ട്, അത് സിഗ്നിഫിക്കന്റ് ആണ്. ഇനി സീറോസ് നോക്കാം. ഇത് രണ്ട് നമ്പറിന് ഇടയിലുള്ള സീറോസ് അല്ല, ഇവിടെയും രണ്ട് നമ്പറുകൾക്കിടയിൽ സീറോസ് ഇല്ല. അപ്പൊ ഇവിടെ രണ്ടാമത്തെ റൂൾ പറയുന്നത് ഡെസിമൽ പോയിന്റിന് കഴിഞ്ഞു വരുന്ന ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന്റെ മുൻപിൽ വരുന്ന സീറോസ് സിഗ്നിഫിക്കന്റ് അല്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഈ സീറോ സിഗ്നിഫിക്കന്റ് അല്ല, ഈ സീറോസ് സിഗ്നിഫിക്കന്റ് അല്ല. ഇനി നമ്മൾ നോക്കേണ്ടത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞു വരുന്ന ഡിജിറ്റിന് ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന് ശേഷമുള്ള സീറോസ്. അപ്പൊ മൂന്നാമത്തെ റൂൾ പറയുന്നത് ഇതാണ്: സീറോസ്, അതായത് ഫസ്റ്റ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞു വരുന്ന ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് കഴിഞ്ഞു വരുന്ന സീറോസ് എല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. അതനുസരിച്ച് ഈ സീറോ സിഗ്നിഫിക്കന്റ് ആണ്. അതുപോലെ തന്നെ ഈ രണ്ട് സീറോയും സിഗ്നിഫിക്കന്റ് ആണ്. അതായത് സീറോസ് പ്രിസീഡിംഗ് ടു ദ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആഫ്റ്റർ ദ ഡെസിമൽ പോയിന്റ് ആർ സിഗ്നിഫിക്കന്റ്. അതായത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞു വരുന്ന ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് കഴിഞ്ഞു വരുന്ന ബാക്കി എല്ലാ സീറോസും സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഇവിടെ മൊത്തം സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെ വരുന്ന സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 3 and 3. അപ്പൊ ഇതേപോലെയുള്ള വീഡിയോകൾ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ വീഡിയോകളൊക്കെ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കുക.